അലങ്കരിച്ച ക്രിസ്മസ് ട്രീ ഇല്ല, ഉണ്ണിയേശു പിറവിയെടുത്ത കാലിത്തൊഴുത്തിന്റെ രൂപങ്ങളില്ല, ഉത്സവ വിളക്കുകളും പാതിര കുർബാനകളുമില്ല, കുഞ്ഞുങ്ങൾക്ക് സർപ്രൈസ് സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റാക്ലോസുമില്ല. വിജനമായ തെരുവുകൾ മാത്രം. ക്രിസ്തുവിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ബത്ലഹേം പതിവ് ക്രിസ്മസ് വൈകുന്നേരങ്ങളിൽ നിന്ന് വിഭിന്നമായാണ് കാണപ്പെട്ടത്. ബത്ലഹേമിൽ സാധാരണയായി ക്രിസ്മസിനാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ വർഷത്തെ യുദ്ധം വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിയൻ പട്ടണത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും ഇന്ന് വിജനമാണ്. നമ്മുടെ ഹൃദയങ്ങൾ ബത്ലഹേമിലാണ്. സമാധാനത്തിന്റെ രാജകുമാരൻ പിറവി കൊണ്ടെടുത്ത യുക്തിരഹിതമായ യുദ്ധത്തിനു വേണ്ടി അദ്ദേഹം ഒരിക്കൽ കൂടി തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആയുധങ്ങളുടെ ബലത്തിൽ അനീതി ഇല്ലാതാക്കാൻ സാധിക്കില്ല. അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹപ്രകടനത്തിൽ നിന്നേ അനീതി ഇല്ലാതാക്കാൻ സാധിക്കൂ. ക്രിസ്മസ് ദിനത്തിൽ ആഘോഷങ്ങളില്ലാതെ സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയും മുന്നോട്ട് വന്നു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസിന്റെ തലേ ദിവസം നടക്കാറുള്ള തിരുപ്പിറവി ആഘോഷങ്ങൾ ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രധാന പള്ളികളിൽ ആഘോഷം മതപരമായ ചടങ്ങുകളിലേക്ക് മാത്രമായി ഒതുങ്ങി. പലസ്തീനിലെ ജനങ്ങൾ ഇന്ന് ദുരിതം അനുഭവിക്കുകയാണ്. അതിനാൽ എല്ലാവിധ ക്രിസ്മസ് ആഘോഷങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. അലിപ്പോയിലെ സിറിയ കത്തോലിക് ആർച്ച് ബിഷപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് എക്കാലത്തെയും മോശമായ ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് ബത്ലഹേം അടയ്ക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടേയില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജെറുസലേമിന് തൊട്ട് തെക്ക് സ്ഥിതി ചെയ്യുന്ന ബത്ലഹേമിൽ യേശു ജനിച്ച സ്ഥലത്തുള്ള ചർച്ച് ഓഫ് നേറ്റിവിറ്റി കാണാൻ വരുന്ന ലോകമെമ്പാടുമുള്ള സന്ദർശകർ വരുമാനത്തിനും ജോലിക്കുമായി വളരെയധികം ആശ്രയിക്കുന്ന സ്ഥലമാണ്. ഒക്ടോബർ 7 മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഹോട്ടലുകളും ക്രിസ്മസിന് പൂർണ്ണമായി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചതു മുതൽ അടുത്ത വർഷത്തേക്കുള്ള എല്ലാ ബുക്കിംഗുകളും അവർ റദ്ദാക്കി. പുൽക്കൂടുകൾക്കും ക്രിസ്മസ് ട്രീകൾക്കും പകരം ഇത്തവണ കല്ലുകളും മൺകൂനകളുമാണ് ബത്ലഹേമിനെ അലങ്കരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയത് നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കനത്ത പ്രഹരമാണ് നൽകിയത്. അതേസമയം പലസ്തീൻ ക്രിസ്ത്യാനികൾ ഗസയിൽ കൊല്ലപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനാൽ പലസ്തീൻ ബാക്ക് പൈപ്പർമാർ നയിക്കുന്ന പതിവ് ആഹ്ലാദ പരിപാടിക്ക് പകരം ഒരു നിശബ്ദ മാർച്ച് നടക്കുകയുണ്ടായി. ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 20,258 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ 8,000-ഓളം പേർ കുട്ടികളുമാണ് എന്നും 53,688 പേർക്കാണ് ഇതുവരെ ആക്രമണത്തിൽ പരിക്കേറ്റതെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആഘോഷങ്ങളില്ലാതെ നടക്കുന്ന ബത്ലഹേമാണ് ഈ വർഷത്തെ മറ്റൊരു കാഴ്ച. 아,